2018 ഒക്ടോബർ മാസം വേൾഡ് ന്യൂസ് ഡെയിലി റിപ്പോർട്ട് എന്ന ഒരു ബ്ലോഗിംഗ് സൈറ്റിൽ ഒരു വാർത്ത പബ്ലിഷായി. ആ വാർത്ത പ്രസിദ്ധീകരിച്ച കുറച്ച് ദിവസത്തിനുള്ളിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയയിലും അത് ട്രെൻഡായി മാറി. അങ്ങനെ ആ വാർത്ത വായിച്ച ആർക്കും തന്നെ അത് വിശ്വസിക്കാനേ സാധിച്ചില്ല. ആദ്യം ഈ ഒരു വാർത്ത എല്ലാവരെയും വളരെയേറെ അത്ഭുതപ്പെടുത്തി. പിന്നീട് ഇതെങ്ങനെ സാധ്യമാകും, ഒരിക്കലും ഇത് സാധ്യമേ അല്ല എന്ന് ചിന്തിച്ചു എല്ലാവരും ആശയക്കുഴപ്പത്തിലായി. അങ്ങനെ ആ പ്രസിദ്ധീകരിച്ച വാർത്തയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ പോലും വിശ്വസിക്കില്ല. നിങ്ങളുടെ ജീവിതകാലത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടേ ഉണ്ടാവുകയില്ല. സത്യം എപ്പോഴും കെട്ട് കഥകളേക്കാൾ വിചിത്രമായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ സാധിക്കാത്ത, എങ്ങനെ ഇതൊക്കെ സംഭവിക്കുമെന്ന് ചിന്തിച്ച് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വളരെ വിചിത്രമായ ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. വർഷം ഒക്ടോബർ മാസം USA അവിടെയുള്ള കാൻസസ് സിറ്റി പോലീസിന് ഒരു ഫോൺ കോൾ വന്നു. ഫോണിൽ സംസാരിച്ച വ്യക്തി ജാക്സൺ കൗണ്ടി മെഡിക്കൽ എക്സാമിനർ സർവീസിൽ പോസ്റ്റ്മോർട്ടം ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന 26 വയസ്സുള്ള അസിസ്റ്റന്റ് പാത്തോളജിസ്റ്റ് ജെനിഫർ ബറോസ് എന്ന വ്യക്തിയുടെ പ്രവർത്തനത്തിൽ എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവരുന്ന മൃതദേഹത്തെ അവർ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതായി തോന്നുന്നു. കൂടാതെ അവൾക്ക് നെക്രോഫൈലിൽ പങ്കുണ്ട് എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇങ്ങനെയായിരുന്നു ഫോൺ ചെയ്ത വ്യക്തി പറഞ്ഞത്. നമ്മുടെ വീഡിയോ കാണുന്ന ധാരാളം ആളുകൾക്ക് ഈ നെക്രോഫൈലിനെ കുറിച്ച് അറിയാം. അറിയാത്തവർക്കായി ഞാനത് പറയാം. നെക്രോഫൈൽ എന്നാൽ മൃതദേഹങ്ങളുമായി ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണ്. ആദ്യം പോലീസ് ഈ ഒരു ഫോൺ കോൾ ഗൗരവമായി എടുത്തില്ല. ആരെങ്കിലും കളിപ്പിക്കാനായി പറയുന്നതാണെന്ന് ചിന്തിച്ച് അത് ഉപേക്ഷിച്ചു. പക്ഷെ ആ വ്യക്തി തുടർന്ന് പോലീസിനെ വിളിക്കുകയും ഈ കേസ് അന്വേഷിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. ഇങ്ങനെ ധാരാളം കോളുകൾ ലഭിച്ചതിനാൽ ഒരു പക്ഷേ ഇത് സത്യമായിരിക്കാമെന്ന് പോലീസും കരുതി. അങ്ങനെ പോലീസ് കേസ് അന്വേഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഈ ലഭിച്ച റാൻഡം ഇൻഫോർമേഷൻസ് മാത്രം വെച്ചുകൊണ്ട് ജെനിഫറിനെ ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരു പക്ഷേ ആ ഇൻഫോർമേഷൻസ് വ്യാജമാണെങ്കിലോ അല്ലെങ്കിൽ തെളിവുകളൊന്നും ഇല്ലാതെ ജെനിഫറിനെ അറസ്റ്റ് ചെയ്താൽ ഈ കേസ് ഒരിക്കലും കോടതിയിൽ നിലനിൽക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ ഒരു പക്ഷേ ജെനിഫർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവൾ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ജെനിഫർ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാനായി പോലീസ് ഈ ഒരു കേസ് ശാന്തമായി രഹസ്യമായി അന്വേഷിക്കാൻ തുടങ്ങി. പോലീസിന്റെ നിരീക്ഷണത്തിൽ ജെനിഫറിന്റെ ഈ പ്രവർത്തനങ്ങൾ അല്പം സംശയാസ്പദമായിരുന്നു. ഇപ്പോൾ ജെനിഫറിനെതിരെ മതിയായ തെളിവുകൾ ശേഖരിച്ച പോലീസ് ജെനിഫറിനെ അറസ്റ്റ് ചെയ്തു, കസ്റ്റഡിയിലെടുത്തു. എന്നാൽ പോലീസ് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ജെനിഫർ ഉത്തരം നൽകിയില്ല. താൻ നിരപരാധിയാണെന്നും ഇതുമായി തനിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് ജെനിഫർ നിരന്തരം ഇങ്ങനെ അവകാശപ്പെട്ടുകൊണ്ടേയിരുന്നു. അപ്പോഴായിരുന്നു പോലീസിന് ജെനിഫറിനെ കുറിച്ച് മറ്റൊരു കാര്യം മനസ്സിലായത്. 2018 ജനുവരി മാസം 8 അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. പക്ഷേ ജെനിഫർ വിവാഹം കഴിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവൾക്ക് കുഞ്ഞ് ജനിച്ചു? ആ കുഞ്ഞിന്റെ പിതാവ് ആരാണ് എന്ന് പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. അത് ജെനിഫറിനോടും ചോദിച്ചു. പക്ഷെ അവൾ അതിന് ഉത്തരം നൽകിയില്ല. ഇനിയിപ്പോ അവളോട് സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനം ഇല്ല എന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ ജെനിഫറിന്റെ കുഞ്ഞിന് ഒരു പെറ്റേണിറ്റി ടെസ്റ്റ് എടുക്കേണ്ട വാറന്റ് കോടതിയിൽ നിന്നും പോലീസ് വാങ്ങി. ഒരു കുഞ്ഞിന്റെ പിതാവിനെ കണ്ടെത്താനുള്ള ഒരു പരിശോധനയാണ് ഈ പെറ്റേണിറ്റി ടെസ്റ്റ്. ആദ്യം ജെനിഫർ ഈ ടെസ്റ്റിന് അംഗീകരിച്ചില്ല. കുഞ്ഞിന്റെ പിതൃത്വ പരിശോധന നടത്താൻ താൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് അവൾ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ കോടതി ഉത്തരവുണ്ടായിരുന്നതിനാൽ അവൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ പോലീസ് ഈ പെറ്റേണിറ്റി പരിശോധന നടത്തി. ആ ഒരു റിപ്പോർട്ടിൽ വല്ലാത്ത ഞെട്ടിപ്പിക്കുന്ന വിവരമായിരുന്നു പോലീസിന് അറിയാൻ സാധിച്ചത്. എന്താണെന്നറിഞ്ഞാൽ ഒരു പക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പോലും തല കറങ്ങിപ്പോകും. അങ്ങനെ പെറ്റേണിറ്റി ഫലത്തിൽ ജെനിഫറുടെ DNA അവളുടെ മകന്റെ DNA-യുമായി മാച്ചായി. അതുപോലെ ആ DNA മറ്റൊരാളുമായി മാച്ചായി. അതെ, തീർച്ചയായും മാച്ച് ആകും. കാരണം അദ്ദേഹമായിരിക്കും ആ കുഞ്ഞിന്റെ പിതാവ്. അയാൾ 57 വയസ്സുള്ള ഒരു എക്സ് ആർമി ഓഫീസർ ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ? ജെനിഫറും ആ ആർമി ഓഫീസറും ആദ്യമായി കണ്ടുമുട്ടിയത് ജെനിഫർ ജോലി നോക്കുന്ന ആ മോർച്ചറിയിൽ വെച്ചാണ്. ഇതിലെന്താണ് പ്രശ്നമെന്നൊരു പക്ഷെ നിങ്ങൾക്ക് ചിന്തിക്കാം. ഞാൻ അടുത്ത് പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ആ ആർമി ഓഫീസറെ ആദ്യമായി ജെനിഫർ കണ്ടപ്പോൾ അയാൾ ജീവിച്ചിരിപ്പില്ലായിരുന്നു.
അതെ, 2017 മാർച്ചിൽ ഈ ആർമി ഓഫീസർ ടെക്സസ് ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വാഹനാപകടത്തിൽ മരിച്ചു. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ പാത്തോളജിസ്റ്റ് ജെനിഫർ ആയിരുന്നു. അതായത് പോസ്റ്റ്മോർട്ടത്തിനായി വന്ന ആർമി ഓഫീസറുടെ മൃതദേഹവുമായി അവൾ ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനാൽ അവൾ ഗർഭിണിയായി. വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? ജെനിഫറും ഈ ആർമി ഓഫീസറും ഇയാളുടെ മരണത്തിന് മുൻപ് കോണ്ടാക്റ്റിലായിരുന്നതിന്റെ യാതൊരു തെളിവും പോലീസിന് ലഭിച്ചില്ല. രണ്ടു പേർക്കും പരസ്പരം ആരാണെന്ന് പോലും അറിയില്ല. അപ്പൊ തീർച്ചയായും അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് ജെനിഫർ ഗർഭിണിയാകാനും സാധ്യതയില്ല എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പോലീസ് മണിക്കൂറുകളോളം അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിന് ശേഷം രക്ഷപ്പെടാൻ മറ്റു മാർഗം ഇല്ല എന്ന് മനസ്സിലാക്കിയ ജെനിഫർ താൻ ചെയ്തതെല്ലാം ഏറ്റുപറയാൻ തുടങ്ങി. ജാക്സൺ കൗണ്ടി മെഡിക്കൽ എക്സാമിനർ സർവീസിൽ പോസ്റ്റ്മോർട്ടത്തിൽ ജോലി ചെയ്തിരുന്ന 26 വയസ്സുള്ള അസിസ്റ്റന്റ് പാത്തോളജിസ്റ്റായ ജെനിഫർ കഴിഞ്ഞ 2 വർഷത്തിൽ മാത്രം ഏകദേശം 12 മൃതദേഹവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന്, അതായത് നെക്രോഫൈലിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കൺഫസ് ചെയ്തു. അതുപോലെയാണ് അവൾ അറ്റോപ്സി ചെയ്യേണ്ട ഈ ആർമി ഓഫീസറുമായും നെക്രോഫൈൽ നടത്തി. പക്ഷെ ഈ ഒരു സംഭവം നടന്ന ചില ദിവസങ്ങൾ കഴിഞ്ഞ് ജെനിഫർ പ്രഗ്നന്റ് ആയി. ജെനിഫർ അപ്രതീക്ഷിതമായി ഗർഭിണിയായി. അതെങ്ങനെയാണ് സാധ്യം എന്ന് ചിന്തിച്ചാൽ, ഒരു പുരുഷൻ മരിച്ചതിന് ശേഷം പോലും ആ ആണിന്റെ സ്പേം 36 മണിക്കൂർ വരെയും ജീവനോടെ ഉണ്ടാകും. അങ്ങനെ മരിച്ചുപോയ ആ പുരുഷന്റെ സ്പേം ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഉപയോഗിച്ച് ഒരു സ്ത്രീക്ക് ഗർഭിണിയാകാനും സാധ്യതയുണ്ട്. ഇത് ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷെ ഇവിടെ നെക്രോഫൈൽ വഴി എങ്ങനെയാണ് ഒരു സ്ത്രീ ഗർഭിണിയാവുക? ഇത് ചിന്തിച്ച് ഡോക്ടേഴ്സ് പോലും വല്ലാത്ത ആശയക്കുഴപ്പത്തിലായി. ഇവിടെ ജെനിഫർ താൻ പ്രഗ്നന്റ് ആണ് എന്നറിഞ്ഞതിന് ശേഷം അതിനെ അബോർഷൻ ചെയ്യാതെ, അതും ഒരു ജീവനാണ് എന്ന് കരുതി, ഏത് കാരണം കൊണ്ടും ആ ജീവനെ താൻ ഉപേക്ഷിക്കില്ല എന്ന് കരുതി ആ കുഞ്ഞിനെ പ്രസവിച്ചു വളർത്താൻ തന്നെ തീരുമാനിച്ചു. ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം പോലും വളരെ സ്നേഹത്തോടു കൂടി ആ കുഞ്ഞിനെ അവൾ പരിപാലിച്ചു വളർത്തി. ഈ ഒരു സമയത്തായിരുന്നു പോലീസിന് അവളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് വരികയും അവൾ അകപ്പെടുകയും ചെയ്തത്. കൂടാതെ അവൾ 17 മുതൽ 70 വയസ്സിനിടയിലുള്ള 60 പുരുഷന്മാരുടെ ഡെഡ് ബോഡീസുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് അവൾ തന്നെ സമ്മതിച്ചു. കൂടാതെ പുറത്ത് പറയാനേ കഴിയാത്ത രീതിയിൽ താൻ അറ്റോപ്സി ചെയ്യേണ്ട മൃതദേഹങ്ങളെ താൻ തെറ്റായ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ജെനിഫറുടെ വീട്ടിൽ നിന്നും പല നിയമവിരുദ്ധ മയക്കുമരുന്നുകളും കണ്ടെത്തി. മൃതദേഹങ്ങളെ ലൈംഗിക ദുരുപയോഗം ചെയ്തതിനും നെക്രോഫൈലിൽ ഏർപ്പെട്ടതിനും ഇതുപോലുള്ള നിയമവിരുദ്ധ മയക്കുമരുന്ന് ഉപയോഗിച്ചത് മൊത്തം 158 കേസുകൾ അവൾക്കെതിരെ ഫയൽ ചെയ്തു. എന്നാൽ അതിൽ ഈ മൃതദേഹങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് നിയമപ്രകാരം അവൾക്കൊരു ശിക്ഷ നൽകാൻ സാധിക്കില്ല. കാരണം ഇതുവരെയും ഒരു നിയമവും നെക്രോഫൈലിൽ ഏർപ്പെടുന്നത് ശിക്ഷാർഹമാണ് എന്ന് പറയുന്നില്ല. കൂടാതെ ജെനിഫർ ഇവിടെ സെക്ഷുവൽ അബ്യൂസ് ചെയ്തതെല്ലാം മരിച്ചുപോയ വ്യക്തികളുമായാണ്, മൃതദേഹങ്ങളുമായി ആയതുകൊണ്ട് സാങ്കേതികമായി അവൾ അബ്യൂസ് ചെയ്തത് ജീവനില്ലാത്ത ഒരു വസ്തുവിനെയാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്ഷുവൽ അബ്യൂസിന് കീഴിൽ അവളെ ശിക്ഷിക്കാനും സാധിക്കില്ല. ജെനിഫറിനെ കുറിച്ച് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത് അവൾ സൈക്കോസിസ് രോഗം കാരണം ബാധിച്ചിട്ടുണ്ടാകാം. അതായത് ജെനിഫറിന് റിയാലിറ്റി എന്താണ്, ഇമാജിനേഷൻ എന്താണ് എന്നുള്ളത് വേർതിരിച്ചറിയാൻ കഴിയാതെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരിക്കാം എന്നും പറയുന്നു. മറ്റു ചില മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത് ജെനിഫർ ഒരു നിർബന്ധിത നെക്രോഫീലിക് ആയിരിക്കാമെന്നും പറയുന്നു. കുട്ടിക്കാലം മുതൽ ലൈംഗിക ഇടപെടലുകൾ ഒന്നും ഇല്ലാതെ വളർന്നിരിക്കാം. അതിനുശേഷം പെട്ടെന്ന് അവളുടെ ജോലിസ്ഥലത്ത് ധാരാളം നഗ്ന ശരീരങ്ങൾ കണ്ടതിനാൽ അവൾക്ക് അതിൽ ഒരു താല്പര്യം തോന്നി. ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കാം എന്നും പറയുന്നു. എന്നാൽ എല്ലാ വിധത്തിലും അവളുടെ മാനസികാവസ്ഥ സ്ഥിരമല്ലാത്തതിനാൽ കോടതിക്ക് ജെനിഫറിന് ഒരു ശിക്ഷയും നൽകാൻ സാധിച്ചില്ല. അതിനാൽ ജെനിഫറിന് മാനസിക ചികിത്സ നൽകാൻ കോടതി ആവശ്യപ്പെട്ടു. ആ ട്രീറ്റ്മെന്റിനെല്ലാം അവസാനം ജെനിഫറിന് വേണ്ടി ഡോക്ടേഴ്സ് എന്ത് സർട്ടിഫിക്കറ്റ് ആണോ നൽകുന്നത് അതിനനുസരിച്ചായിരിക്കും ജെനിഫറിന് ഏത് ശിക്ഷ നൽകാൻ സാധിക്കുക. അതുവരെയും കോടതി ഉത്തരവ് പ്രകാരം ജെനിഫറിന്റെ കുട്ടി ഒരു ഹോമിൽ വളരും. ഞാൻ ആമുഖത്തിൽ പറഞ്ഞിരുന്നു, വേൾഡ് ന്യൂസ് ഡെയിലി റിപ്പോർട്ട് എന്ന ബ്ലോഗ് സൈറ്റിൽ ഒരു വാർത്ത ട്രെൻഡായി മാറിയെന്ന്. ആ ന്യൂസ് ഇതായിരുന്നു: മോർഗ് വർക്കർ അറസ്റ്റഡ് ആഫ്റ്റർ ഗിവിംഗ് ബർത്ത് ടു എ ഡെഡ് മാൻസ് ബേബി. ഇപ്പൊ പലർക്കും പല സംശയങ്ങൾ വരാം. സത്യത്തിൽ നീ എന്താണ് പറയുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. തുടക്കത്തിൽ ഇതേ കൺഫ്യൂഷൻ ആയിരുന്നു എനിക്കും. പക്ഷേ ഈ ന്യൂസ് ആർട്ടിക്കിൾ വളരെ ഡീപ്പായി റിസർച്ച് ചെയ്തതിനു ശേഷം ഒരു സത്യം മനസ്സിലായി. ഇത്രയും സമയം ജെനിഫർ പറഞ്ഞതായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം സത്യമല്ല. എന്തിന്, ജെനിഫർ എന്ന ഒരു ക്യാരക്ടർ പോലും സത്യമല്ല. അതെ,
നിങ്ങൾ കേട്ട ഈ ഒരു ന്യൂസ് ഒരു ഫേക്ക് ന്യൂസ് ആണ്. ആരും ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറയുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല അല്ലേ? ഒരുപക്ഷെ ഇപ്പം തന്നെ പലരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാകും. ഈ ഒരു കേസിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളായിരുന്നു അറിയാൻ സാധിച്ചത്. തുടക്കം മുതൽ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനായി ശ്രമിച്ചു. പക്ഷെ അവസാനം ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് മനസ്സിലായി. ഈ ഒരു കേസ് എങ്ങനെ ഫേക്ക് ന്യൂസ് ആയി എന്നുള്ളത് നമുക്ക് ആദ്യം അറിയാം. ഈ ഒരു ന്യൂസ് പബ്ലിഷ് ആയത് വേൾഡ് ഡെയിലി ന്യൂസ് റിപ്പോർട്ട് എന്ന ഒരു ബ്ലോഗിംഗ് സൈറ്റിൽ മാത്രമായിരുന്നു. മറ്റ് യാതൊരു ഒഫീഷ്യൽ ന്യൂസ് പേപ്പറിലോ യാതൊരു മീഡിയയിലും ഇത് വന്നിട്ടില്ല. മാത്രവുമല്ല, ഈ ന്യൂസ് സൈറ്റിൽ വരുന്ന എല്ലാ ന്യൂസും ഫേക്കാണ്. എന്തിന്? ആ പേജിന്റെ ടാഗ് ലൈൻ തന്നെ വേർ ഫാക്ട്സ് ഡോണ്ട് മാറ്റർ എന്നാണ്. കൂടാതെ ആ വെബ്സൈറ്റിലെ എല്ലാ പേജിലും അവർ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റോറീസും ഫേക്കായ ഫിക്ഷണൽ സ്റ്റോറീസ് മാത്രമാണ്. യാഥാർത്ഥ്യത്തിനും അതിനും യാതൊരു ബന്ധവുമില്ലാതിരിക്കും. ഇങ്ങനെ അവരുടെ വെബ്സൈറ്റിൽ അവർ തന്നെ ഒരു ഡിസ്ക്ലൈമറും നൽകിയിട്ടുണ്ട്. ആ സൈറ്റിൽ ഇതുപോലെയുള്ള പല ഫേക്ക് ന്യൂസസ് എഴുതി പബ്ലിഷ് ചെയ്യാറുമുണ്ട്. അങ്ങനെ ഇവർ തമാശയ്ക്ക് എഴുതുന്ന ന്യൂസസ് പെട്ടെന്ന് വൈറലാവുകയും ട്രെൻഡ് ആവുകയും ചെയ്യും. എന്നാൽ ഇതൊരു ഫേക്ക് വെബ്സൈറ്റ് ആണ് എന്നറിയാത്ത പലരും ഇപ്പോൾ വരെയും ഇതൊരു യഥാർത്ഥമെന്നാണ് ചിന്തിക്കുന്നത്. സത്യത്തിൽ അമേരിക്കയിൽ ഇതുപോലെ വളരെ ഫേമസ് ആയ പല ഫേക്ക് ന്യൂസും പബ്ലിഷ് ചെയ്യുന്ന വെബ്സൈറ്റ് ഉണ്ട്. അങ്ങനെ ഒരു സെറ്ററിക്കൽ ന്യൂസ് വെബ്സൈറ്റായ ഡെഡ് സീരീസ് എന്ന ബ്ലോഗിൽ 2010 നവംബറിൽ ഒരു ന്യൂസ് പബ്ലിഷ് ചെയ്യുന്നു. ആ ന്യൂസിൽ 38 വയസ്സായ ഒരു ഫീമെയിൽ മോർച്ചറി വർക്കർ അവൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു പുരുഷന്റെ ഡെഡ് ബോഡിയുമായി സെക്സ് നടത്തി, അതിലൂടെ അവൾ പ്രഗ്നന്റ് ആയി എന്നുള്ള ഒരു വാർത്ത പബ്ലിഷ് ചെയ്യുന്നു. എന്നാൽ ആ ന്യൂസിനെ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്ത് വേൾഡ് ന്യൂസ് ഡെയിലി റിപ്പോർട്ടർ എന്ന ഈ ഒരു ബ്ലോഗും പബ്ലിഷ് ചെയ്തു. ഇപ്പോൾ അടുത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ജെനിഫർ എന്ന പേരോടുകൂടി ആ പേജിൽ കൊടുത്തിരുന്ന ആ പെൺകുട്ടി ആരാണ്, ആ ഫോട്ടോ ഏതാണ് എന്ന്. അത് മറ്റൊരു ഡ്രഗ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയാണ്. അവളുടെ ഫോട്ടോ ആയിരുന്നു വേൾഡ് ന്യൂസ് ഡെയിലി റിപ്പോർട്ടിൽ ഈ ഒരു ലേഖനത്തിനായി ഉപയോഗിച്ചത്. ആ പെൺകുട്ടിയുടെ പേര് പോലും ജെനിഫർ അല്ലായിരുന്നു. അതിനാൽ ഈ മുഴുവൻ കഥയും ഒരു തട്ടിപ്പ് മാത്രമായിരുന്നു. ഇതിലൊരു ചെറിയ തരം സത്യം പോലും ഇല്ല. സത്യത്തിൽ ഈ വീഡിയോ പകുതി വരെ മാത്രം കണ്ട് അതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് വിശ്വസിച്ചു കൊണ്ട് പോയവർക്ക് തീർച്ചയായും വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചത്. കാരണം മുഴുവനും കണ്ടാൽ മാത്രമേ എന്താണ് സത്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. ഏതൊരു കാര്യവും പുറമേ മാത്രം നോക്കിക്കാണാതെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാം കണ്ണുമൂടി വിശ്വസിക്കാതെ ഒരല്പം സംശയമുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരല്പമെങ്കിലും ആ വീഡിയോസിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അങ്ങനെ നിങ്ങൾ ചെയ്താൽ മാത്രം മതി. പിന്നെ നിങ്ങളെ ആർക്കും പറ്റിക്കാൻ സാധിക്കില്ല. നിങ്ങളിൽ ആരെല്ലാമാണ് തുടക്കത്തിൽ ഇത് ഒരു യഥാർത്ഥ സംഭവമായിരിക്കുമെന്ന് ചിന്തിച്ചത്? തുടക്കത്തിൽ ഞാനും അങ്ങനെയാണ് ചിന്തിച്ചത്. എന്നാൽ അവസാനം ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് മനസ്സിലായപ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു? മറക്കാതെ അത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ വീഡിയോയ്ക്ക് ലൈക്കും തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.